ഇന്ന് അത്ഭുത ഗുണങ്ങൾ അടങ്ങിയ ചെമ്പരത്തിപ്പൂ വെച്ച് എങ്ങനെ ചെമ്പരത്തി ചായ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. കുറേയധികം ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഹെർബൽ ചായയാണ് ചെമ്പരത്തി ചായ. നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഈ ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഈ ചെമ്പരത്തിപ്പൂ വെച്ച് മുടിയിൽ തേക്കാൻ ചെമ്പരത്തി താളി ഉണ്ടാക്കാം. അതുപോലെ ഈ ചെമ്പരത്തിപ്പൂ ഉണക്കി പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഹെയർ പാക്കായിട്ടും ഫേസ് പാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. ഇനി ചെമ്പരത്തി ചായ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കപ്പ് ചായക്ക് 3 ചെമ്പരത്തിപ്പൂ എന്ന അളവിലാണ് ഇപ്പോൾ എടുക്കുന്നത്. 4 വീതം വേണേലും എടുക്കാം. ഞാനിപ്പോൾ 9 ചെമ്പരത്തിപ്പൂ വെച്ച് 3 കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിലെന്തെങ്കിലും അഴുക്കോ പൊടിയോ ചെറിയ ചിലന്തിയോ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു സോസ് പാനിലോട്ട് മാറ്റി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചോ ഗ്രേറ്റ് ചെയ്തോ വല്ലതും ഇടാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് ഒത്തിരി വലിയ മധുരമൊന്നുമില്ല. പഞ്ചസാരയ്ക്ക് പകരം വേണേൽ നമുക്ക് തേൻ ചേർക്കാം. തേൻ ചേർക്കുകയാണെങ്കിൽ നമ്മളിത് തിളപ്പിച്ച് അരിച്ചെടുത്ത് കപ്പിലൊഴിക്കുന്ന സമയം നാരങ്ങ നീരൊക്കെ ഒഴിക്കുന്ന സമയം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ചൂടായി തുടങ്ങിയപ്പോഴേക്കും ചെമ്പരത്തിപ്പൂവിന്റെ കളറ് ചെറുതായിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചി ചതച്ചിട്ടത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇഞ്ചിയുടെ ഗുണങ്ങളും ഇതിലിറങ്ങും. ചെമ്പരത്തിപ്പൂവിന്റെ ഇതളുകൾ ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചെമ്പരത്തി ചായ ഉണ്ടാക്കാം. ഉണങ്ങിയ ചെമ്പരത്തിപ്പൂവിന് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂവിന്റെ അത്രയും കളർ കിട്ടിയിട്ടില്ലെങ്കിലും ഗുണത്തിന്റെ കാര്യത്തിൽ കുറവൊന്നും ഉണ്ടാവില്ല. വെള്ളം നന്നായി ചൂടാകാൻ തുടങ്ങിയപ്പം തന്നെ ചെമ്പരത്തിപ്പൂവിന്റെ കളർ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ചെമ്പരത്തിപ്പൂവിന്റെ കളർ മഞ്ഞ കളറായി മാറിയിട്ടുണ്ട്. ഇനി അരിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ചായപ്പൊടിയൊന്നും ഇടുന്നില്ലെങ്കിലും ഇതിന് ചെമ്പരത്തി ചായ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഈ ഒരു കളറിലാണ് ചെമ്പരത്തി ചായ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നാരങ്ങാ നീര് ഒഴിക്കാം. 1 കപ്പിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീര് മതി. ഈ നാരങ്ങാ നീര് ഇതിലേക്ക് ഒഴിക്കുമ്പം ഇതിന്റെ കളർ മാറുന്ന കണ്ടില്ലേ? ഇപ്പം ലൈറ്റ് റെഡ് കളർ ആയിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവിന്റെ അതേ കളറിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് BP കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഹെർബൽ ചായയാണ്. ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ വിട്ടുമാറാത്ത പല രോഗങ്ങൾക്കും നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് പ്രഗ്നന്റ് ആയിട്ടുള്ളവരും മുലയൂട്ടുന്ന അമ്മമാരും കുടിക്കാതിരിക്കുക. ഇതിലൊന്നും അവസാനിക്കുന്നില്ല, ഇനിയുണ്ട് കുറേ ഔഷധ ഗുണങ്ങൾ. ഇത് കൊച്ചുകുട്ടികൾക്ക് പോലും കുടിക്കാൻ പറ്റുന്നതും ഇഷ്ടപ്പെടുന്നതുമായ പാനീയമാണ്. ഇത് കാണുന്നത് പോലെ തന്നെ കുടിക്കാനും നല്ല രുചിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുതേ. താങ്ക്